ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഡെമോ ക്ലാസ്സിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മെയിനായിട്ട് എന്താണ് ഈ കോഴ്സ് എന്നും അതുപോലെ ഈ കോഴ്സിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള സിലബസ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഈ കോഴ്സ് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ആവുക, അത് എന്തൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ കോഴ്സിലൂടെ ഈ ഡെമോ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് സനൽ എന്നാണ്. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, എൻ്റെ പേര് സനൽ എന്നാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ലെറ്റ് സൊല്യൂഷൻസിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ചിപ്പ് ലെവൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. സ്ക്രീന് എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ്. ഇലക്ട്രോണിക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഈ കോഴ്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഓൺലൈനായിട്ട് സെറ്റ് ചെയ്തൊരു കോഴ്സാണ്. ഇത് ഓഫ്ലൈനായിട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ കുറച്ച് പേര് ഓഫ്ലൈനായിട്ടാണ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ 1-2 ഡെമോ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ കൂടുതൽ ആൾക്കാരും ഇവിടെ നമ്മൾ ഈ ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആക്സസബിൾ ആണ് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്തത്. ഞാനും കൂടുതൽ പ്രിഫർ ചെയ്യുക ഓഫ്ലൈൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽസൊക്കെ ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പം, അല്ലെങ്കിൽ എളുപ്പം മാത്രമല്ല ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാവാനും ഏറ്റവും എളുപ്പം ഓഫ്ലൈൻ തന്നെയാണ്. പക്ഷെ ഓൺലൈനും നമ്മൾ മാക്സിമം ആ രീതിയിൽ തന്നെയാണ് ചെയ്യുക. ഒരു മിനിറ്റ്, അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺലൈനും നമുക്ക് ചെയ്യാം. പക്ഷേ ഓൺലൈനിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇലക്ട്രോണിക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഈ കോഴ്സിലൂടെ ചെയ്യുന്നത്. ഈ കോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ താല്പര്യമുള്ളതുകൊണ്ടാവും എല്ലാവരും ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ കാര്യമൊന്നും ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ കോഴ്സിൽ നമുക്ക് ഇതിൽ മെയിനായിട്ട് ആരൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ ഹോം ഇൻഡസ്ട്രി അതേപോലെ തന്നെ വെഹിക്കിൾസ്, ഈ 2 മേഖലയിൽ ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ കോഴ്സ് കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഹോം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ AC, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ, TV, EV വെഹിക്കിൾസ്, അതേപോലെ തന്നെ UPS, ഇൻവെർട്ടർ, സോളാർ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഈ മേഖലയിൽ ഈ ഇതിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടോ? AC ഫീൽഡിൽ വർക്ക് ചെയ്യാം. എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഗ്യാസ് റീഫില്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ബോർഡ് വേറെ സ്ഥലത്ത് കൊടുക്കുകയും ഓക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ വേറെ EV വെഹിക്കിൾസ് അങ്ങനെ അല്ലെങ്കിൽ UPS, ഇൻവെർട്ടർ, ആ സെക്ഷനിലൊക്കെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ട്? ഓട്ടോ ഇലക്ട്രീഷ്യൻസ്, വയറിംഗ് മാനാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഇൻവെർട്ടർ ഇപ്പോൾ എല്ലാം UPS ഓൺലൈൻ ഇൻവെർട്ടറും കാര്യങ്ങളും അതേപോലെ തന്നെ ഓഫ്ലൈൻ ഇൻവെർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാറുണ്ടോ? അതിൽ തന്നെ ഈ ഓൺലൈൻ ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടും ഓഫ്ലൈൻ ഇൻവെർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇലക്ട്രീഷ്യൻ അല്ലേ? അപ്പോൾ ഇൻവെർട്ടേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കൂടുതലും ഓഫ്ലൈൻ ഇൻവെർട്ടേഴ്സ് ആവും വെച്ചിട്ടുണ്ടാവും അല്ലേ?
ആ ഓക്കെ ഓക്കെ. പിന്നെ സോളാർ സിസ്റ്റം ഫിക്സ് ചെയ്യാറുണ്ടോ? കൊടുക്കലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മേഖലയിലുള്ള ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ല, അതേപോലെ ഇ വി വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇ വി വെഹിക്കിൾസ് അല്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇ വി വെഹിക്കിൾസിൻ്റെ ഒരു ബേസിക് നമുക്ക് ഇവിടുന്ന് കിട്ടും. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇ വി വെഹിക്കിൾസിനൊക്കെ നമ്മൾ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളറിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് ക്ലാസ്സുകൾ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം സാധാ ഒരു ഇ വി വെഹിക്കിൾ പോലെയല്ലല്ലോ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ്. ഇപ്പോൾ ഈ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഇ വി വെഹിക്കിൾസ് അറിയില്ലേ? അപ്പോൾ ഇ വി വെഹിക്കിൾസിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് ഈ ടൈപ്പിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക. അതിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മേഖലയിൽ വേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സിലബസാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ലൈഫ് ടൈം അറിയാതെ പറയണോ? അറിയാതെ ഡൗട്ട് വെച്ചോ? ആ ആ അത് ഞാൻ വരുന്നുള്ളൂ. ഞാൻ പറയാൻ വരുന്നുള്ളൂ. ഞാൻ കുറച്ചും കൂടി 2-3 സ്ലൈഡും കൂടി കഴിഞ്ഞാൽ എത്തും. ഏതാ? ആ ആ ആ ആ അല്ലല്ല, ബേസിക് ഇലക്ട്രോണിക്സ് ഉണ്ട്. അതിനകത്ത് കണ്ടോ, അടുത്ത സിലബസിൽ കണ്ടില്ലേ ബേസിക് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, കണ്ടോ സിലബസിൽ? ആ ഫുള്ള് മീൻസ് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിവിടെ പഠിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ടാണ് പഠിച്ചെടുക്കുക. ഒരു ITI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ടാണ് പഠിച്ചെടുക്കുക. ഒരു BTech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം കൊണ്ടാണ് പഠിച്ചെടുക്കുക. ഇതൊക്കെ പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് തന്നെയാണ്. ഇനി BTech കഴിഞ്ഞുള്ള MTech പോയാലും അയാൾക്കും വീണ്ടും ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്താണ് ഞാൻ അത് വരാം. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് വരില്ല. ബെറ്റർ ഹലോ, ഞാൻ മറ്റേ ഒരു സ്ലൈഡ് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കോഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ലൈഫ് ടൈം ഡൗട്ട് ക്ലിയറിംഗ്, അതേപോലെ തന്നെ ഫാക്കൽറ്റി സപ്പോർട്ട് ഉണ്ടായിരിക്കും. ലൈഫ് ടൈം ഡൗട്ട് ക്ലിയറിംഗും അതേപോലെ തന്നെ ഫാക്കൽറ്റി സപ്പോർട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിലബസിൽ ഇപ്പോൾ നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ലൈഫ് ടൈം, അതായത് നിങ്ങൾ ഇനി അങ്ങോട്ട് ഈ വർക്ക് ചെയ്യുന്ന ഫീൽഡിലൊക്കെ ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റിയെ വെച്ച് ക്ലിയർ ചെയ്യാം. അത് ഈവൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസിൽ വന്നിട്ട് ഏതെങ്കിലും പ്രാക്ടിക്കൽ സെഷൻ ആണെങ്കിൽ കൂടി അത് അവിടുത്തെ ഒരു ടൈമും കൂടി നമ്മൾ ഓൾറെഡി ഒരു അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ കോഴ്സിൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തത്, നിങ്ങൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ടൂൾ കിറ്റ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ആ ടൂൾ കിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, പ്രാക്ടിക്കൽ നമ്മളുടെ കൂടെ സിങ്ക് ചെയ്ത് ചെയ്യേണ്ടി വരിക. പിന്നെ എല്ലാത്തിനും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഈ കോഴ്സിന്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു 1 മന്ത് കോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിലബസ് സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതെങ്കിലും ആക്ച്വലി ഇത് 1 മന്ത് ആയിട്ടല്ല നമ്മൾ പറഞ്ഞുള്ളത്. ഇത് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫ് ടൈം ഡൗട്ട് ക്ലിയറിംഗ് ആണ്. നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് 1 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ 2 മാസം കൊണ്ടേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, ചില ആൾക്കാർ 3 മാസം എടുക്കും. അപ്പോൾ ആ സംഭവം ഒന്നും ഇവിടെ ടൈം ഇവിടെ ഒരു പ്രശ്നമല്ല. മിനിമം ഡ്യൂറേഷൻ ആണ് ഞാൻ 1 മന്ത് എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ആ ഓരോരുത്തരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. കാരണം ചില ആൾക്കാർ വളരെ വേഗത്തിൽ ക്യാച്ച് ചെയ്യും, ചില ആൾക്കാർ കുറച്ച് ടൈം എടുത്തേ ക്യാച്ച് ചെയ്യുള്ളൂ, ചില ആൾക്കാർ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വന്നേക്കാം. അപ്പോൾ ആ മിസ്റ്റേക്സ് ഒക്കെ ഓവർകം ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ടൈം കൂടുതൽ എന്ത് ചെയ്യും,
എടുക്കും. ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു 1 മന്ത് ആണെന്ന് വിചാരിച്ചിട്ട് 1 മന്ത് കൊണ്ടാണ് കട്ട് ഓഫ് ചെയ്തിട്ട് ഓക്കെ കോഴ്സ് കഴിഞ്ഞിട്ടാ നിങ്ങൾ പോയിക്കൊള്ളണട്ടാ എന്ന് പറയുന്ന സംഭവമില്ല. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഈ ഒരു സിലബസ് നിങ്ങൾക്കൊരു സിലബസ് തരും. ആ സിലബസ് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ. അതും സ്റ്റോപ്പ് എന്നല്ല, അതിനകത്തും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ലൈഫ് ടൈം നിങ്ങളുടെ ഈ ഫീൽഡിൽ നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്കൽറ്റി സപ്പോർട്ടോടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും പ്രാക്ടിക്കൽ സെഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്തു നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ടൈം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും, ചെയ്തു നോക്കാൻ പറ്റും. ജസ്റ്റ് വന്നപാടെ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല, കാരണം അവിടെ വേറെയും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നടക്കുമ്പോൾ അവിടെ ലാബ് ഫ്രീ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആദ്യം ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഫാക്കൽറ്റി അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ട്രെയിനിങ് ആ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ 1 മന്ത് എന്നല്ല, നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്നാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാക്കേജിന് ഇത്രയും ഫീ വരുന്നതും 25,000 എന്ന് പറയുന്ന ഫീ വരുന്നതും. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് 2 മാസം കൊണ്ട് ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന സംഭവമല്ല. കാരണം എനിക്കറിയാം, കാരണം ഞാനും ടെക്നീഷ്യനായിട്ട് കുറേ വർക്ക് ചെയ്തതാണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ പഠിക്കാൻ ജസ്റ്റ് നമ്മൾ പഠിച്ചെടുക്കുമെങ്കിലും പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും ഡൗട്ട് വരും. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻ ചെയ്ത് നോക്കേണ്ടി വരും. അതൊക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീ സ്ട്രക്ചറിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ചെറിയൊരു ഫീൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതാവില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു കോഴ്സ് 1 മന്ത് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എനിക്ക് ആ ഒരൊറ്റ മാസം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഓക്കെ നിങ്ങളായിട്ട് ഓക്കെ ക്ലിയർ കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിടാം. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യത്തിൽപ്പെടില്ല. പക്ഷെ അത് കാര്യത്തിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈഫ് ടൈം ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ഫാക്കൽറ്റി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ലൈഫ് ടൈമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും? അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അടുത്ത സിലബസ് ഓവർവ്യൂ ആണ്. ഇപ്പം നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ ഈ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംഭവം 1 മാസം കൊണ്ട് എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ITA എന്ന് പറയുന്നതാണെങ്കിലും ഡിപ്ലോമയാണെങ്കിലും ഈ ITA ഇപ്പോൾ 2 വർഷമാണ്, ഡിപ്ലോമ 3 വർഷം, 1 ഇയർ ഡിപ്ലോമയുണ്ട്, 3 വർഷം ഡിപ്ലോമയുണ്ട്, 6 മാസത്തെ ഡിപ്ലോമയുണ്ട്. അതേപോലെ തന്നെ BTech ആണെങ്കിൽ അത് 4 വർഷമാണ്. ഇനി BTech കഴിഞ്ഞിട്ട് MTech എടുക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കയറി പോകും. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇരുന്ന് പഠിച്ചിട്ട് ഇന്ന ടൈമിൽ തീർക്കാമെന്ന് വിചാരിച്ചാൽ തീർന്നൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റിനെ കുറിച്ച് ഒരുപാട് ഫണ്ടമെന്റൽസ് പഠിക്കാനുണ്ട്, ഒരുപാട് ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്, ഒരുപാട് അതിന്റെ ലോജിക്സ് പഠിക്കാനുണ്ട്. ഇതൊന്നും ആക്ച്വലി ഒരു ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളില്ല. ടെക്നീഷ്യനെ ഇതൊക്കെ ഡിപ്ലോമയിലാണെങ്കിലും ITയിലാണെങ്കിലും ഇവിടെയൊക്കെ ഒരു ഇലക്ട്രോണിക് ടെക്നീഷ്യനെ വാർക്കുക എന്ന് മാത്രമല്ല അവർ ഉദ്ദേശിക്കുക. അവർ ഉദ്ദേശിക്കുന്ന ഒരു റെസിസ്റ്ററിനെ കുറിച്ചുള്ള അത്യാവശ്യം ഓരോ സെക്ഷനിലും അറിയേണ്ട കുറേ കാര്യങ്ങളും കുറേ മാത്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അയാളെ കൊണ്ട് അതിനകത്ത് ചെയ്യിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ആവശ്യം എന്താണ്, ഇപ്പോൾ ഒരു ബോർഡാണെങ്കിൽ ആ ബോർഡിനകത്ത് ആ റെസിസ്റ്റർ ഫോൾട്ട് ആണോ എന്നുള്ളത് ഒന്ന് തിരിച്ചറിയാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. മൂന്നാമത്തെ കാര്യം, ആ റെസിസ്റ്ററിന് പകരം ഏതൊക്കെ റെസിസ്റ്റർ എനിക്ക് ഇടാൻ പറ്റും എന്നുള്ളത് നോക്കുക. ദെൻ നാലാമത്തെ കാര്യം, ആ റെസിസ്റ്റർ 2 ലീഡ് ഉണ്ടാവുമല്ലോ, അത് അങ്ങനെയും ഇങ്ങനെയും ഇടാൻ പറ്റും. അതായത് അതിന്റെ പൊളാരിറ്റി നോക്കിയിട്ട് ഇടണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ബോർഡ് സർവീസ് ചെയ്യുമ്പോൾ. ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറേ റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ കുറേ ഡെറിവേഷൻസ്, ഒരു കാർബൺ പീസ് എടുത്തിട്ട് എത്ര % മുറിച്ച് കഴിഞ്ഞാലാണ് അത് 1 കിലോ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്ലോമയിലും കാര്യങ്ങളൊക്കെ പഠിക്കും. അത് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അതുപോലെ റെസിസ്റ്ററിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ പഠിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യം. അതിന്റെ കറണ്ട് കണക്ട് വിടുമ്പോൾ അതിന് എത്ര വലിപ്പം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊന്നും ആക്ച്വലി ഒരു ടെക്നീഷ്യൻ ഒരു ബോർഡ് സർവീസ് ചെയ്യുമ്പോൾ ആവശ്യമില്ല. അവനെ അറിയേണ്ടത് എന്താണ്, അവിടെ 1 വാട്ട് റെസിസ്റ്റർ ഓൾറെഡി അവിടെ ഉണ്ടെങ്കിൽ ആ 1 വാട്ട് റെസിസ്റ്റർ ആണ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് മാക്സിമം എത്ര ഇടാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞുതരും. ആ രീതിയിലുള്ള ക്ലാസ്സാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പം അതുകൊണ്ട് ആ ഒരു കോഴ്സിന് നമ്മൾ ഒരു പെർ ഡേ ഒരു 2.5 hour വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 month ഈസ് ഇനഫാണ്. കാരണം ഞങ്ങളിവിടെ ഓൾറെഡി ഈ ഇലക്ട്രോണിക്സ് ചിപ്പ് ലെവൽ, അതായത് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ ചെയ്യുന്ന സിലബസ്, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പഠിക്കുന്നതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. അതിനകത്തടക്കം നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷന് കൊടുത്തുള്ളത് 1 month ആണ്. അത് ഇനഫാണ് ആ കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ ലാപ്ടോപ്പ് ചിപ്പ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന അത്രയും കൂടി ഇതിനകത്ത് പഠിക്കാൻ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ വേറെ കുറേ മൊഡ്യൂൾസ് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ സിലബസ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബേസിക് ഇലക്ട്രോണിക്സിൽ നമ്മൾ കറണ്ട് എന്താണെന്ന് പറഞ്ഞു തരും. അത് കറണ്ടിൻ്റെ പല ടൈപ്പ് കറണ്ട്, AC ആൻഡ് DC കറണ്ടുകളെ കുറിച്ച് പറഞ്ഞു തരും. ആ കറണ്ട് മെഷർ ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ മെഷർ ചെയ്യാം, അതുപോലെ തന്നെ ഞാൻ മൾട്ടിമീറ്റർ അല്ലാതെ അല്ലെങ്കിൽ അമ്മീറ്റർ ഉപയോഗിച്ച് എങ്ങനെ മെഷർ ചെയ്യാം, അതുപോലെ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് എങ്ങനെ മെഷർ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കാരണം ഇപ്പോൾ ഒരു AC ടെക്നീഷ്യൻ ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെ എന്താണ് ഇപ്പോൾ ഇത് ലോഡ് ചെയ്യുന്ന സമയത്ത് എത്ര കറണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിപ്പിക്കും. അതേപോലെ വോൾട്ടേജ്, അതേപോലെ പവർ, അതേപോലെ ഓംസ് ലോ. ഒരു ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ടെക്നീഷ്യൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ലോ ആണ് ഈ ഓംസ് ലോ എന്ന് പറയുന്നത്. ഈ ഓംസ് ലോ അറിഞ്ഞാൽ തന്നെ കുറേയൊക്കെ പ്രോബ്ലംസിൻ്റെ ഒരു കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓംസ് ലോ കറക്റ്റായിട്ട്, ഈ ഓംസ് ലോ നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ആ ഒരു ഡെഫിനിഷനും പോലെ പഠിച്ചിട്ടാണ്ട് പോവുക എന്നല്ലാതെ ആക്ച്വലി അത് എന്താണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളുടെ റിയൽ ലൈഫിൽ അത് അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതോ നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതേപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസിൽ ഇപ്പോൾ നമ്മൾ റെസിസ്റ്റർ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്റർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആ റെസിസ്റ്റേഴ്സിൻ്റെയൊക്കെ പേരുകളും ആ റെസിസ്റ്റേഴ്സിൻ്റെയൊക്കെ സിമ്പിൾസ് അതൊക്കെ എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, അപ്പോൾ അതിൽ ഏതൊക്കെ ആൾക്ക് ഏതൊക്കെ പകരം റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കും. അതേപോലെ തന്നെ കപ്പാസിറ്ററിനെ കുറിച്ച്, അതേപോലെ തന്നെ ഇൻഡക്ടറിനെ കുറിച്ച്, അതേപോലെ ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച്, അതേപോലെ ഡയോഡ്, അതേപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ്, SCR, ഡയാക്ക്, അതേപോലെ IGBT, ദെൻ ICs, ഇങ്ങനെ കമ്പോണൻസിനെ കുറിച്ചെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതേപോലെ ഈ ഓരോ കമ്പോണൻസ്, ഏതൊക്കെ കമ്പോണൻറ്റ് നമുക്ക് ടൂൾസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമോ ആ കമ്പോണൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പഠിക്കും. കാരണം എല്ലാ കമ്പോണൻസ് ഒന്നും ടൂൾസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ചെക്ക് ചെയ്യാൻ പറ്റാത്ത കമ്പോണൻസും ഉണ്ട്, പറ്റുന്ന കമ്പോണൻസ് ഉണ്ട്. പക്ഷേ 90% കമ്പോണൻസ് നമുക്ക് ടൂൾസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഒരു ടൂൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തു വിചാരിച്ചിട്ട് അതൊരിക്കലും 100% ഓക്കെ അല്ല. പക്ഷെ എന്നാലും നമുക്കൊരു 90% അത് ഓക്കെ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കും. അതിന് ശേഷം നമ്മൾ പിന്നെ സോൾഡറിങ് പ്രാക്ടീസ് ആണ്. സോൾഡറിങ് തന്നെ പല ടൈപ്പ് സോൾഡറിങ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് പറയാം. അപ്പോൾ ആ സോൾഡറിങ്ങിനെ കുറിച്ച്, കാരണം ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും, ബോർഡുകളൊക്കെ ഇപ്പം ഇന്ന് SMD ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന AC സോൾഡറിങ് ഒന്നും ഉപയോഗിച്ചപ്പോൾ പല ടെക്നീഷ്യന്മാരും ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നം ഫീൽഡിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും. TV ഒക്കെ സ്മാർട്ട് TV ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം അവരൊക്കെ പല ടെക്നീഷ്യന്മാരും ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ഈ AC സോൾഡറിങ്ങാനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരായിരിക്കും. പക്ഷെ എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ട്, അവരൊക്കെ എന്നോട് പല കംപ്ലയിൻസും പറഞ്ഞിട്ട് അറിയാതെ തന്നെ സാധനം ഡെഡായി പോകുന്നു, നമ്മളൊന്നും ചെയ്തില്ല. അതിനുള്ള മെയിനായിട്ടുള്ള റീസണൊക്കെ എന്ന് പറഞ്ഞാൽ ESD എന്ന് പറയുന്ന സാധനമൊക്കെയാണ്. അത് നമ്മൾ ആദ്യമേ കുറേ മുന്നേ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയ കാര്യം ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ സംഭവങ്ങളും കാര്യങ്ങളും, കാരണം നമ്മൾ ഈ ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നത് ആദ്യം മുതലേ ESD പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ സ്മാർട്ട് TV ആയപ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും, പറഞ്ഞു തരും. അതേപോലെ തന്നെ ഓരോ കമ്പോണൻറ്റും എന്തൊക്കെ ആപ്ലിക്കേഷൻസിനാണ് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പോൾ റെസിസ്റ്റർ തന്നെ എന്തൊക്കെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. റെസിസ്റ്റർ ആക്ച്വലി നമുക്ക് അറിയാം ഒരു കറണ്ട് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിന് വേറെ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവും. അതാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ മെയിനായിട്ട് കുറച്ച് ലോജിക് ഗേറ്റ്സ് ഉണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള ഒരു ലോജിക് ഗേറ്റ്സ് ഉണ്ട്. ഇപ്പം ഒരുവിധം എല്ലാ സാധനത്തിനകത്തും ഈ ലോജിക് ഗേറ്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ ആണെങ്കിൽ, അതായത് ഒരു റിമോട്ട് കൺട്രോളറോ കാര്യങ്ങളോ ഉള്ള സാധനത്തിലൊക്കെ ഒരുവിധമൊക്കെ ഡിജിറ്റൽ ലോജിക് ICs ഉപയോഗിക്കും. അപ്പോൾ ആ ലോജിക് ICസിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ്, പിന്നെ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളറിൻ്റെ ബേസിക്സ് എന്താണ്. അതിനകത്ത് കൂടുതലും നമ്മൾ മൈക്രോ കൺട്രോളറിനെ കുറിച്ചാണ് പറയുക. കാരണം ഈ ഫീൽഡിൽ ഇപ്പോൾ ഈ സിലബസിൽ സെറ്റ് ചെയ്തുള്ള ആൾക്കാർ കൂടുതലും മൈക്രോ കൺട്രോളറായിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുക, മൈക്രോ പ്രോസസറുമായിട്ടല്ല.
ദെൻ അതേപോലെ തന്നെ ഡബിൾ ഇ പ്രോം എന്ന് പറയുന്ന ചിപ്പും ആ ചിപ്പിൻ്റെ ഫേംവെയർ ഫ്ലാഷ് ചെയ്യുന്നതും എങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എ സിയുടെ ബോർഡാണ്, ആ എ സിയുടെ ബോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡബിൾ ഇ പ്രോമിലെ ഫേംവെയർ കംപ്ലൈൻ്റ് ആയതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത്. ഈ 2 സിലബസ് ആണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്ത് പോവുക. ഇപ്പം നേരത്തെ ചോദിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, അദ്ദേഹം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. പേരെന്തായിരുന്നു? പറഞ്ഞോളൂ. ആ ആ ആ ആ മക 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 എന്താ ചെയ്യുന്നത്? +2 ആണ്. ഓക്കെ ഓക്കെ. താങ്കളുടെ പേരെന്ന് പറയുമോ? അലി സാറ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, കാരണം ഞാൻ 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ 3 വർഷം പഠിച്ച സംഭവത്തിൽ നിന്ന് ഈ ഒരു ടെക്നീഷ്യൻ അത് ഞാൻ പറഞ്ഞില്ലേ, 1 മാസം എന്ന് പറയുന്നത് നമ്മൾ മിനിമം ഇട്ട ഒരു ഡ്യൂറേഷനാണ്. അത് എത്ര എക്സ്റ്റെൻഡ് ആവും. ഇപ്പോൾ അലിസാറിന്റെ മകന് പ്രാക്ടിക്കലി ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നുള്ളെങ്കിൽ കുഴപ്പമില്ല, അവനത് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മിനിമം ഡ്യൂറേഷൻ ആയിട്ട് സെറ്റ് ചെയ്ത മാസമാണ് ഈ 1 മാസം എന്ന് പറയുന്നത്. കാരണം ഇതിങ്ങനെ മെയിനായിട്ട് സെറ്റ് ചെയ്യാനുള്ള കാര്യം, പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ട് ഇല്ല 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 വേണ്ട. അതെന്താ അറിയോ, അത് അത് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് നമ്മളെ പഠിപ്പിച്ച രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം നമ്മളെ പഠിപ്പിച്ച് ആ ആ ഉം 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 അത് അത് ഞാൻ അലിസാർ ഇപ്പൊ എന്തിലാ വർക്ക് ചെയ്യുന്നത്, എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? അതാണ് ഈ സംഭവം ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയിലാണ് നമ്മൾ സിലബസ് സെറ്റ് ചെയ്തത്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എന്താണ് ലാപ്ടോപ്പിന്റെ അഡ്വാൻസ്ഡ് ചിപ്പ് ലെവൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനടക്കം ഈ 1 മന്താണ് ഇലക്ട്രോണിക് സിലബസ് ഉള്ളത്. അവരതിൽ പക്ക ഓക്കെയാണ്. അവരതിൽ പക്ക ഓക്കെയാണ്. കാരണം ലാപ്ടോപ്പ് ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോണിക്സ് അറിയണം എന്നുള്ളതൊക്കെ അറിയാലോ. ആ ആ അതന്നെ. അപ്പോൾ ആ സംഭവം വരെ ചെയ്യാൻ നമ്മൾക്ക് 1 മന്താണ് നമ്മളെ സിലബസ് സെറ്റ് ചെയ്തത്. നമ്മളെ സിലബസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെ, പുതിയ നമ്മുടെ അവിടെ എന്താണ് ലാപ്ടോപ്പ് ചിപ്പ് ലെവലിൽ പഠിക്കുന്ന കൂടുതൽ കുട്ടികളും +2 കഴിഞ്ഞ് നേരിട്ട് വരുന്ന കുട്ടികളാണ്. അതൊക്കെ കുട്ടികൾ കണ്ടറിയും. അതിലൊന്നൊക്കെ പണ്ടത്തെ രീതിയല്ല. ഇപ്പോൾ റെസിസ്റ്റർ ഏതാണെന്നും കപ്പാസിറ്റർ ഏതാണെന്നും കുട്ടികൾ ഈ 1 മാസം കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതാ പറയണത്,
പുതിയ വരുന്ന ആൾക്കാർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. വളരെ സിമ്പിൾ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിൽ ഏതാണ് റെസിസ്റ്റർ എന്നും ഏതാണ് കപ്പാസിറ്റർ എന്നും ഏതാണ് ഇൻഡക്ടർ എന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന മൾട്ടിമീറ്റർ ഒന്നുമല്ല ഇപ്പോഴുള്ള മൾട്ടിമീറ്റർ. ഇപ്പം അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒക്കെ വാല്യൂ കറക്റ്റ് കാണിച്ചിരുന്ന മൾട്ടിമീറ്റേഴ്സാണ് ഇറങ്ങിയിട്ടുള്ളത്. പണ്ട് നമുക്ക് അതൊന്നും അറിയില്ല. പണ്ട് നമ്മൾ അനലോഗ് മൾട്ടിമീറ്റർ വെച്ചിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് കണ്ടെത്തിയിരുന്നത്. ഇപ്പം അതൊന്നും ആവശ്യമില്ല. ഇപ്പം ടെക്നോളജികളൊക്കെ ഒരുപാട് മാറി. കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള സംഭവങ്ങൾ വളരെ ഈസി ആയി തുടങ്ങി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു കുട്ടീനെയും കളർ കോഡിങ് കാണാപ്പാടം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ടൂൾസും സോഫ്റ്റ്വെയർസും ആയി കഴിഞ്ഞു. അതാ നമ്മൾ അതൊക്കെ കാണാപ്പാടം പഠിക്കായിരുന്നു. ഇക്കയും ഞാനൊക്കെ അത് യെസ് അതന്നെ. ഇപ്പൊ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ അവർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് കണ്ട് മനസ്സിലായി തുടങ്ങും. ഇത് ഇന്നതാണ് അല്ലേ എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാവും. കാരണം ഇക്കാക്ക് അറിയാലോ, നമ്മൾ പഠിച്ച പോലെയല്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നതിന്റെ പവർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആ രീതിയിൽ അതിൽ നോക്കാം. ഓക്കെ, ഇനി അടുത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് ദെൻ അപ്ലിക്കേഷൻ സർക്യൂട്ട്സ് ആണ് മെയിൻ ആയിട്ട്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെല്ലാം വരുന്ന കുറച്ച് അപ്ലിക്കേഷൻ സർക്യൂട്ട്സ് ആണ് ഈ കാണുന്നത്. ഒന്നാണ് റെക്ടിഫയർ, മറ്റൊന്ന് റെഗുലേറ്റർ, പിന്നെ ഒന്ന് ഓസിലേറ്റർ, പിന്നെ ഒന്ന് ഇൻവെർട്ടർ, പിന്നെ ഒന്ന് ചോപ്പർ, പിന്നെ മോട്ടോർ ഡ്രൈവേഴ്സ്. ഇതാണ് മെയിൻ ആയിട്ട് ഒരുവിധം എല്ലാ സർക്യൂട്ട്സിന്റെയും ബേസിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ. റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, AC DC ആക്കുന്ന സാധനം. അതാണ് ഇപ്പോൾ നമ്മളൊരു 220 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡിവൈസും അതിന് DC ഇലക്ട്രോണിക്സ് ആണ് ഡിവൈസ് എങ്കിൽ അത് DC-യിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ. ദെൻ റെഗുലേറ്റർ, ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് നമുക്ക് എപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ സർക്യൂട്ട്സ് ഉപയോഗിക്കും. ദെൻ ഓസിലേറ്റർ, ഈ സിഗ്നൽസിനെ നമുക്ക് വീണ്ടും AC ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓസിലേറ്റർ പോലെയുള്ള സർക്യൂട്ട്സ് ആണ് ഉപയോഗിക്കുക. ആ ഇൻവെർട്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് ഈ AC-യെ മാറ്റണമെങ്കിലാണ് ഇൻവെർട്ടർ സർക്യൂട്ട്സ് ഉപയോഗിക്കുക. ദെൻ ചോപ്പർ എന്ന് പറയുന്ന സർക്യൂട്ട്സ് DC-നെ തന്നെ കുറച്ചും കൂടി കൂടിയ വോൾട്ടേജ് DC ഒക്കെ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ചോപ്പർ സർക്യൂട്ട്സ് ഉപയോഗിക്കും. പിന്നെ മോട്ടോർ ഡ്രൈവേഴ്സ്, ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ AC-യുടെ അതിൻ്റെയൊക്കെ മോട്ടേഴ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടോർ ഡ്രൈവേഴ്സിന് കാര്യങ്ങൾ, ഇപ്പോൾ EV വെഹിക്കിൾസ് ആണെങ്കിൽ അതിനകത്ത് മോട്ടോഴ്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനുള്ള മോട്ടോർ ഡ്രൈവേഴ്സ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ കുറച്ച് പഠിക്കുന്ന സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ആണ്. ടൂൾസ് മെയിനായിട്ട് ഒന്ന് സോൾഡറിംഗ് അയൺ ആണ്, രണ്ടാമത്തെ കാര്യം SMD റിവേഴ്സ് സ്റ്റേഷൻ ആണ്. ഈ സോൾഡറിംഗ് അയൺ തന്നെ 2 ടൈപ്പ് സോൾഡറിംഗ് അയൺ നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് സാധാ സോൾഡറിംഗ് അയൺ. സാധാ സോൾഡറിംഗ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC സോൾഡറിംഗ് അയൺ നമ്മൾ ഉപയോഗിക്കാറില്ല, DC സോൾഡറിംഗ് അയൺസ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതിൽ തന്നെ നമുക്ക് പിന്നെ ഒരു എണ്ണം വരുന്നത് സോൾഡർ സ്റ്റേഷൻ എന്ന് പറയും. അതായത് മൈക്രോടിപ്പ് കമ്പോണന്റുകളും മൈക്രോ സോൾഡറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്രോടിപ്പ് സോൾഡർ സ്റ്റേഷൻ ഉപയോഗിക്കും. അതേപോലെ തന്നെ SMD റിവേഴ്സ് സ്റ്റേഷൻ. SMD റിവേഴ്സ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം SMD കമ്പോണൻസ് ആണ്. അപ്പോൾ കമ്പോണൻസ് റിമൂവ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള SMD റിവേഴ്സ് സ്റ്റേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ദെൻ അതേപോലെ മൾട്ടിമീറ്റർ, DC പവർ സപ്ലൈ, മിനി പ്രോ പ്രോഗ്രാമർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റലിൽ ഇവിടെ പറഞ്ഞ ഈ EEPROM എന്ന് പറയുന്ന ഈ ചിപ്പ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമറാണ്. ഒരുപാട് ടൈപ്പ് പ്രോഗ്രാമർ ഉണ്ട്. അതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത വില കുറഞ്ഞ ഒരു ടൈപ്പ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നാളെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാലും വളരെ കുറഞ്ഞ റേറ്റിൽ ആക്സസബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമറാണ് ഈ മിനി പ്രോ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിൽ ചീപ്പായിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി ചീപ്പും ആണ് ബെസ്റ്റും ആണ് എന്നുള്ള ലെവലിലാണ് ഈ മിനി പ്രോ പ്രോഗ്രാമർ വരുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമർ ഇതെങ്ങനെയാണ് ഫ്ലാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഇതിനകത്ത് ഒരു പ്രശ്നം ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ SMD റിവേഴ്സ് സ്റ്റേഷൻ, അതേപോലെ തന്നെ DC പവർ സപ്ലൈ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ, അതേപോലെ മിനി പ്രോ പ്രോഗ്രാമർ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ, ഈ പ്രാക്ടിക്കൽ സെഷൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് നമുക്ക് ടൂൾ കിറ്റിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ പിന്നെ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാർ പിന്നീട് ഒരു സാറ്റർഡേയ്സിലോ ഏതെങ്കിലും ഒരു ഫുൾ ഡേ സെഷൻ വെച്ചിട്ട് ലാബിൽ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ ഈ ടൂൾസിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ കോഴ്സിൽ മെയിനായിട്ട് ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം.
ആ ഈ ഈ ഒരു സിലബസിൽ ആ ഗെയിമിംഗ് സാധനങ്ങളുടെ സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബേസിക് ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലുള്ള കമ്പോണൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഈ ഫൈറൂസ് ഇപ്പൊ അവിടെ വന്ന് ജോയിൻ ചെയ്തോളാണോ? ഈ നിങ്ങളെപ്പോലെ ഒരാൾ ഇപ്പോൾ അവിടെ ഓൾറെഡി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഗെയിമിങ്ങിന്റെ സീരീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഗെയിമിംഗ് പി സിയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫൈറൂസ് അല്ലേ പേര്? ഫൈറൂസിന് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ SMBS അതേപോലെ തന്നെ അങ്ങനത്തെ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ചെയ്യാൻ പറ്റും. മറ്റേ മെയിൻ ബോർഡ് ഉണ്ടല്ലോ, മദർ ബോർഡ്, അതിൻ്റെ മെയിൻ മദർ ബോർഡ്, CPU കാര്യങ്ങളൊക്കെ വരുന്ന ബോർഡ്, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ, ആ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിപ്പ് ലെവൽ എന്ന് പറയുന്ന നമ്മളെ കോഴ്സ് ഉണ്ട്, അത് സെലക്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ല, എന്നോട് മറ്റാൾ എനിക്ക് കോഴ്സ് സെലക്ട് ചെയ്തത് മൂപ്പർക്ക് SMBS കാര്യങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത്. SMBS കാര്യങ്ങളൊക്കെ ഈ സിലബസിൽ വരും. അപ്പോൾ അത് മതി എന്നുണ്ടെങ്കിൽ ഈ കോഴ്സ്, കാരണം ഗെയിമിംഗ് PC ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന ഒരു സെക്ഷൻ SMBS ആണ്. പിന്നെ കൂളിംഗ് സിസ്റ്റം ആണ് കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ ആ ഒരു സെക്ഷൻ വൈസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ചിപ്പ് ലെവൽ കോഴ്സ് ചെയ്യണം. ചിപ്പ് ലെവൽ കോഴ്സ് ചെയ്താലാണ് മറ്റേ ഗെയിമിങ്ങിന്റെ മറ്റ് സംഭവങ്ങൾ, അതായത് മെയിൻ ബോർഡ് ഉണ്ടല്ലോ, മെയിൻ ബോർഡ്, അതിന്റെ കോഴ്സ് ഫീസും കാര്യങ്ങളും ഡ്യൂറേഷനൊക്കെ വ്യത്യാസമുണ്ട്. അത് വേറെ കോഴ്സാണ്, അതിനകത്ത് വരിക. അത് എന്താണ് 4 month ആണ് വരിക. അതന്നെ, അതിനകത്ത് ഇപ്പൊ ഗെയിമിംഗ് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ലാപ്ടോപ്പിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഗെയിമിംഗ് PCയുടെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എടുപ്പം? ലാസ്റ്റ് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, മൂപ്പര് കുറച്ച് വൈകിയാറായിരുന്നു. ആ അത് നമ്മൾ ഈ സിലബസിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയല്ല കോഴ്സ് സെറ്റ് ചെയ്തില്ല. നമ്മളോട് എല്ലാവരും ഈ ബേസിക് ഇലക്ട്രോണിക്സ് ചെയ്തിട്ട് ഒരു ടെക്നീഷ്യൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ള ലെവലിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ കമ്പോണൻസ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ദെൻ ഈ ഒരു സർക്യൂട്ട്സിന്റെ കാര്യങ്ങൾ എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. അത് പറഞ്ഞു തരുന്ന ഐഡിയ വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ഒരു പയ്യനാണ്, അല്ലെങ്കിൽ ITI കഴിഞ്ഞ ഒരു പയ്യനാണ് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ അവിടുത്തെ ടെക്നീഷ്യനായിട്ട് പോകുന്നത്. അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ പഠിച്ച അതേ സംഭവങ്ങളിൽ നിങ്ങൾ ഈ ചെക്ക് ചെയ്യേണ്ട സാധനങ്ങൾ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുക. നിങ്ങൾ ഈ ഫീൽഡിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ടെക്നീഷ്യൻ പോണേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിനകത്തൊക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സാധനങ്ങളില്ലേ, അതായത് ഈ ഒരു സംഭവങ്ങൾ, അതായത് ഒരു ഇതിനകത്താണെങ്കിലും ഒരു റെക്ടിഫയർ ഉണ്ടാവുക, പിന്നെ റെഗുലേറ്റർ ഉണ്ടാവും, ഓസിലേറ്റർ, ചോപ്പർ, മോട്ടോർ ഡ്രൈവേഴ്സ്, ഇതൊക്കെയാണ് ഇതിനകത്തൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓരോ സെക്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്തു നോക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഇറങ്ങിയ വഴിക്ക് നമ്മൾ വലിയ എക്സ്പേർട്ടൊന്നും ആവില്ലെങ്കിലും നമ്മൾ പയ്യെ പതുക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അക്കോമഡേഷൻ ഇവിടെ 2 രീതിയിലുണ്ട്. ഒന്ന്, ഇവിടെ കുറേ പയ്യന്മാർ ഇവിടെ അവർ വീടെടുത്ത് നിൽക്കുന്നുണ്ട്. അതിലിനി വേക്കൻ്റ് ഉണ്ടോ എന്നുള്ളത് നാളെ ഓഫീസിലേക്ക് വിളിച്ച് ഞാനൊന്ന് കൺഫേം ചെയ്ത് തരാം. പിന്നെ മെൻസ് ഹോസ്റ്റലുണ്ട്. മെൻസ് ഹോസ്റ്റൽ 2 ആണെങ്കിലും അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കണം. അത് മെൻസ് ഹോസ്റ്റലാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാസത്തിന് 2200 എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പറയൂ. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ടൂൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ടൂൾ കിറ്റിൽ കുറേ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവും. അതല്ലാതെ ഞാൻ കുറച്ച് ടൂൾസ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SMD ഒരു വർക്ക് സ്റ്റേഷൻ, അതേപോലെ തന്നെ DC പവർ സപ്ലൈ, അതേപോലെ തന്നെ ബയോസ് ഫ്ലാഷ് ഫേംവെയർ ഫ്ലാഷ് ചെയ്യുന്ന ടൂള്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ലാബിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഒരു ദിവസം നമ്മൾ ഡേ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് പ്രാക്ടിക്കലി ചെയ്ത് നോക്കേണ്ടി വരും. അല്ല, അത് ഈ ഇതിൽ ഓൺലൈനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നമ്മൾ ഒരു ഡേ എല്ലാവർക്കും ഓക്കെ ആവുന്ന ഡേ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സജഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിലാണല്ലോ തീരുമാനിക്കുക. ഇപ്പം എനിക്ക് ഈ വീക്കിൽ വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ വീക്കിൽ നമ്മൾ സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ക്ലാസ് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഓക്കെ SMD ചെയ്യാനും നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആവുക എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിന് നമ്മൾ SMD സെറ്റ് ചെയ്യും. SMD മാത്രമല്ല, അന്ന് 1-2 പ്രാക്ടിക്കൽ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി നമ്മൾ അത് 2 മണിക്ക് 2-2:30 സ്റ്റാർട്ട് ചെയ്യും. കാരണം 2:30 വരെ അവിടെ രാവിലെ ഫുൾ ബാച്ചസ് ഉണ്ടാവും, ഈ മെയിൻ കോഴ്സുകളുടെ ബാച്ചസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2:30ക്കാണ് ഇങ്ങനത്തെ കോഴ്സുകളുടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 2:30 തൊട്ടിട്ട് നമ്മൾ ഒരു എൻഡ് ടൈം നമ്മൾ പറയാറില്ല. കാരണം എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ സെഷൻ നീളുന്നതിനനുസരിച്ച് അത് മാറും. ഇപ്പോൾ നമുക്കറിയാലോ, ഓരോ പ്രാക്ടിക്കലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരും റിസൾട്ട്, ചില ആൾക്കാർക്ക് കുറച്ച് വൈകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 o'clock വരെ. ആഴ്ചയിൽ 6 ദിവസം, തിങ്കൾ മുതൽ ശനി വരെ. തിരൂരാണ്. ഞാൻ പറഞ്ഞില്ലേ, മെൻസ് ഹോസ്റ്റലിന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2,200 പെർ ഹെഡ് വരുന്നത്. ഞാൻ വേണിച്ച നാളെ മിസ്സിനോട് കൺഫേം ചെയ്തിട്ട് നിങ്ങളോട് പറയാം. പിന്നെ ഫുഡ് അവിടെ മെസ്സ് ഉണ്ട്, പക്ഷെ മെസ്സിലെ ഫുഡ് അത്ര പോരാന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ പുറത്ത് അവർ വേറെ സെറ്റ് ചെയ്തിട്ട് കഴിക്കലാണ്. വേണ്ട. ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആ രജിസ്ട്രേഷൻ ഫീസും ഒരു 750 രൂപ ഉണ്ടാവും. കോഴ്സ് ഫീസിന്റെ പകുതിയും ആ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യാം. ദെൻ ഒരു 15 days കഴിഞ്ഞിട്ട് ബാക്കി പേയ്മെന്റ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പറയൂ. ഓസിലോസ്കോപ്പ് അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ DSO ആണ് ഉപയോഗിക്കുന്നത്. DSO ഒക്കെ ഉണ്ട്. ഏത്? അതായത് അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഓസിലോസ്കോപ്പ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റൽ ഉണ്ടാവും. ആ ക്രിസ്റ്റലിൻ്റെ ക്ലോക്ക് സ്പീഡ് നമുക്ക് കിട്ടണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 25 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റൽ ആണെങ്കിൽ ആ 25 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റലിൽ കിട്ടണം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു രീതി എന്ന് പറഞ്ഞാൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് അതിൻ്റെ 2 ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് ഡിഫറൻസ് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് 100% സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പിന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് നോക്കും. മറിച്ച് നമ്മളതിൽ ഓസിലോസ്കോപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് നോക്കിയാൽ തന്നെ അതിൽ വരുന്ന ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ആ വേവും ഫ്രീക്വൻസി കാണാൻ പറ്റും. അപ്പോൾ ഓസിലോസ്കോപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സുഖമാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ വേറെ കുറേ പൾസസ് ഇതേപോലെ ഉണ്ട്. മോട്ടർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോട്ടർ ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ അല്ലെങ്കിൽ ഇൻവെർട്ടർ AC ആണെങ്കിൽ ഇൻവെർട്ടർ ACക്ക് വേണ്ട പൾസുകളും കാര്യങ്ങളും ഒക്കെ, അത് AC-യിലേക്ക് മാറ്റുമ്പോൾ ഉള്ള പൾസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഓസിലോസ്കോപ്പുള്ള. ആ ഓസിലോസ്കോപ്പ് ഞാൻ ആ ടൂളിൽ കാണിക്കാത്തതാണ്. ഓസിലോസ്കോപ്പ് ഉണ്ട് കേട്ടോ. ഓസിലോസ്കോപ്പ് അല്ല ഉള്ളത് DSO ആണ്.
ഓസിലോസ്കോപ്പ് ഒക്കെ ഔട്ടായി. ഓസിലോസ്കോപ്പ് കൊണ്ടൊന്നും ഇപ്പൊ കാര്യങ്ങൾ ഇതില്ല, നടക്കില്ല. ഓസിലോസ്കോപ്പ് ഒക്കെ പണ്ട് വെച്ചിട്ട് നമ്മൾ അതായത് ഇപ്പോഴും ചില ടെക്നീഷ്യന്മാർ പറയുന്ന സംഭവമുണ്ട്, അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ലെവലിൽ പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. ആക്ച്വലി അത് പണ്ട് ഓക്കെയാണ്. ഇപ്പോൾ അനലോഗ് മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്നും ഡിജിറ്റൽ ബോർഡുകളിലൊന്നും ചെയ്യാൻ കഴിയില്ല. സാധാ ബേസിക് ഇലക്ട്രോണിക്സ് വെച്ചുള്ള ബോർഡുകളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം, വോൾട്ടേജും കാര്യങ്ങളൊക്കെ വെച്ച് ചെക്ക് ചെയ്യാം. പക്ഷേ ഡിജിറ്റൽ ബോർഡുകളിലൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്മാർട്ട് ടി വി എടുക്കുകയാണെങ്കിൽ ആ സ്മാർട്ട് ടി വിയിൽ നമുക്ക് 0.675 എന്ന് പറഞ്ഞിട്ടൊരു വോൾട്ടേജ് വരും. ആ വോൾട്ടേജ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ തന്നെ വേണം. അനലോഗ് മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്നും ആ എക്സാക്ട് വോൾട്ടേജ് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ടൂൾസുകളൊക്കെ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൂൾസാണ് നമ്മൾ DSO ആണ് ഉപയോഗിക്കുക. ഞാൻ ആ ടൂൾസിൽ ആ DSO കാണിച്ചിട്ടില്ല. ആ DSO ഉണ്ട്. CR അല്ല ഉപയോഗിക്കുക, DSO ആണ് ഉപയോഗിക്കുക. അല്ല, നമ്മൾ ഇതേപോലെ ഗൂഗിൾ മീറ്റിൽ തന്നെയാണ് ക്ലാസ് ഉണ്ടാവുക. മാക്സിമം ഒരു ബാച്ചിൽ 10 പേരൊക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം കേട്ടോ. മിനിമം ചിലപ്പോൾ ഒരാളായിരിക്കാം, 2 ആളായിരിക്കാം, അതൊന്നും പറയാൻ പറ്റില്ല. മാക്സിമം 10 ആളെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലും പക്ഷേ ആൾക്കാർ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്ത് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഇത് ഓൺലൈനിന് വേണ്ടി തുടങ്ങിയ കോഴ്സാണ്, പക്ഷെ കൂടുതൽ ആൾക്കാർ ഓഫ്ലൈനാണ് പറയുന്നത്. ഞാൻ കൂടുതൽ പറയാം ഓഫ്ലൈൻ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പല ടൂൾസും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇതിൽ കുറച്ച് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ടൂൾ സെക്ഷനിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ SMD വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം, അതേപോലെ DC പവർ സപ്ലൈ എന്ന് പറയുന്ന സാധനം, അതേപോലെ DSO എന്ന് പറയുന്ന സാധനം, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ലാബിൽ വന്നിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നാട്ടിൽ വരുന്ന ടൈമിലൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ മിനി പ്രോഗ്രാമർ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഓഫ്ലൈനാണ്. പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടുതൽ ആൾക്കാരും ഓൺലൈനായിട്ട് ചെയ്തുതരും എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിലബസ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഈ ടൂൾസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ടൂൾസുകളൊക്കെ വാങ്ങണം. അത് ഇപ്പോൾ പോസിബിൾ അല്ലല്ലോ. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം നോളജ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മളെ കാര്യങ്ങൾ ഇതാവുള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പറഞ്ഞോളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളിപ്പോൾ TV പ്രോഗ്രാം ചെയ്ത് കാണിക്കല്ല ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഡിവൈസും കോമൺ ആയിട്ട് എടുത്തിട്ടല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ഇതിനെല്ലാം അതന്നെ. അതിന്റെ മെയിൻ ചിപ്പ് ഫ്ലാഷ് ചെയ്യുന്നതാണ് മിനി പ്രോ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അതന്നെ, അതാണ് മിനി പ്രോ പ്രോഗ്രാമർ. അതിലുണ്ട്. ഏത് ഓപ്പണാക്കി? അത് ഞാൻ പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. അത് പവർ പോയിന്റിലെ പ്രസൻറ്റേഷൻ. അതെ ശരി. അത് വേണമെങ്കിൽ ഞാൻ നാളെ മിസ്സിനോട് ഷെയർ ചെയ്ത് തരാൻ പറയാം. അതെ. മിനി പ്രോ പ്രോഗ്രാമറിലാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യുക. അത് ഒരുവിധം എല്ലാ IC സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഷറാണത്. അതാണ് ഞാൻ പറഞ്ഞത്. പല ടൈപ്പ് ഫ്ലാഷേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് 1000 രൂപ മുതലുള്ള ഫ്ലാഷേഴ്സ് അവൈലബിൾ ആണ്. ഈ ഫ്ലാഷറിന് ഏകദേശം 6500 രൂപ വില വരും. പക്ഷെ ഈ ഫ്ലാഷറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുവിധം എല്ലാ ചിപ്പുകളും സപ്പോർട്ട് ചെയ്യും. ഇതിലും സപ്പോർട്ട് ചെയ്യാത്ത ചിപ്പുകളുണ്ട് കേട്ടോ. അതിന് നമ്മളുടെ അടുത്ത് RT809F എന്ന് പറഞ്ഞിട്ട് വേറെ സാധനമുണ്ട്, എനിത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനമുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം നമുക്ക് എല്ലാം കൂടി സപ്പോർട്ട് ചെയ്യുന്ന കിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ ഈ ഫീൽഡിലല്ലേ. അപ്പോൾ അതിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൂള് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ മിനി പ്രോനെ എടുത്തത്. മിനി പ്രോ അത്യാവശ്യം ഒരുവിധം എല്ലാ സപ്പോർട്ടും. മിനി പ്രോ പ്രോഗ്രാമർ ഞാൻ ടൂള് കാണിച്ചുതരാം. ഇതാണ് സാധനം. കാണാണ്ടോ? ഈ ടൂള്
ഇതാണ് സാധനം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് എല്ലാവരും കൂടി പറയുന്നതിന് ഏറെക്കുറെ എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു ടൈം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. അത് ഓൺലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങും. അപ്പോൾ അതിലെല്ലാവരും കൂടിയിട്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ടൈമിൽ തുടങ്ങാൻ വെച്ചിട്ടാണ്. ഓൺലൈൻ ആണെങ്കിൽ അത് അധിക വർഷവും ഒന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി ആയിരിക്കും. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8:30 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ശരിക്കും അതെ. ഏത് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോ ഈ SMD വർക്ക് സ്റ്റേഷൻ, അതേപോലെ തന്നെ മൈക്രോടിപ്പ് സോൾഡർ സ്റ്റേഷൻ, DC പവർ സപ്ലൈ, DSO, അതേപോലെ തന്നെ മിനി പ്രോ പ്രോഗ്രാമർ, ഇതൊക്കെ ഇവിടെ ലാബിൽ വന്നിട്ട് തന്നെ പ്രാക്ടിക്കലി ചെയ്യണം. അതെ, അതൊക്കെ അവിടെ വന്ന് പഠിക്കണം. ബാക്കി കുറച്ച് സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ ബ്രെഡ് ബോർഡ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്ന ടൂൾ കിറ്റിൽ ഉണ്ടാവും. ഡിജിറ്റലൈസേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തരുന്ന ടൂൾ കിറ്റിൽ ഉണ്ടാവും. അത് വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മളിവിടുന്ന് കാണിച്ചു തരുന്ന പോലെ അവിടെ ചെയ്താൽ മതി. ഇനി അഥവാ എന്നിട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡൗട്ട്സ് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ആ 50% അടച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടൂൾ കിറ്റ് കൊടുക്കും. ആ ടൂൾ കിറ്റിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ വേണ്ട കുറച്ച് കമ്പോണൻസ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ബ്രെഡ് ബോർഡ് ഉണ്ടാവും, അതുപോലെ ഒരു 12 വോൾട്ട് ട്രാൻസ്ഫോമർ ഉണ്ടാവും, പിന്നെ മൾട്ടിമീറ്റർ ഉണ്ടാവും, ഒരു സോൾഡറിങ് അയൺ ഉണ്ടാവും, അതേപോലെ തന്നെ പിന്നെ സോൾഡർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, പിന്നെ ഡിജിറ്റൽ ICs ഉണ്ടാവും, DC ആണ്. ഞാൻ പറഞ്ഞില്ലേ, AC ആണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. AC ആണ് നമ്മൾ ഉപയോഗിക്കില്ല, DC ആണ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇത് തിരൂര് ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിങ്ങിൽ, പഴയ മുകളിൽ ലേബർ ഓഫീസൊക്കെ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത്. തിരൂര് 1 മന്ത് നമ്മൾ മിനിമം ഡ്യൂറേഷൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലൈഫ് ടൈം ആക്സസബിൾ ആണ്. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ഫാക്കൽറ്റി സപ്പോർട്ടും ലാബ് സപ്പോർട്ടും കിട്ടും. ഫസ്റ്റ് പകുതി അടയ്ക്കുക, പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി പകുതി അടയ്ക്കുക. അല്ലല്ല, 15 ദിവസം കഴിഞ്ഞാൽ ബാക്കി അടയ്ക്കണം. അതെ. ഇനി ആർക്കെങ്കിലും പറയും. ഓഫ് കോഴ്സ് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഇത് ഓൺലൈനിന് വേണ്ടി സെറ്റ് ചെയ്ത കോഴ്സാണ്. പക്ഷേ കൂടുതൽ ആൾക്കാരും ഓഫ്ലൈന് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഞാനും എല്ലാവരോടും ഓഫ്ലൈന് ചെയ്യാനേ പറയുള്ളൂ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ കൂടുതൽ ആൾക്കാരും നമ്പറിൽ വിളിച്ച് ചോദിക്കും, ഇത് ഓൺലൈനായിട്ട് ചെയ്തു. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത സിലബസ് ആണിത്. പക്ഷേ ആക്ച്വലി അത് കൂടുതൽ ബെനിഫിറ്റ് ആവുക ഓഫ്ലൈനായിട്ട് ചെയ്യുമ്പോഴാണ്. കാരണം എല്ലാ ടൂൾസും നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ, പിന്നെ കറക്റ്റ് നമ്മളുടെ അടുത്ത് ഇതൊരു പക്ക പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് അല്ലേ. അപ്പോൾ അത് കൂടുതൽ ഫാക്കൽറ്റി സപ്പോർട്ടിൽ കിട്ടുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ഈസി.
മറ്റേത് നമ്മൾ ആ രീതിയിൽ ചെയ്യും. നമ്മളിവിടെ ഒരു പ്രാക്ടിക്കൽ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റെക്ടിഫയർ സർക്യൂട്ട് നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ ആ റെക്ടിഫയർ സർക്യൂട്ട് ചെയ്യുന്നതിന്റെ കറക്റ്റ് വീഡിയോ 1 by 1 ആയിട്ട് നമ്മളിവിടെ കാണിച്ചു തരും. നമ്മൾ ആ ചെയ്യുന്ന ആ സെയിം പൊസിഷൻ തന്നെയാണ് നിങ്ങളും അവിടുന്ന് ചെയ്യേണ്ടത്. ആ ചെയ്തിട്ട് അത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പോൾ അത് പ്രശ്നമൊന്നും വരില്ല. ഓഫ് കോഴ്സ് അത് ഫീ ഒന്നും മാറ്റില്ല, സെയിം ഫീ തന്നെയാണ്. നിങ്ങൾ നേരിട്ട് വന്ന് ചെയ്യാം. പറയൂ. അതാ ഞാൻ പറഞ്ഞത്. നേരിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ടൈം ഉണ്ടാവുക, അതായത് ഒരു 2:30-ക്ക് ശേഷം. അത് അപ് ടു 6 o'clock വരും. പ്രാക്ടിക്കലിൻ്റെ ഡെപ്തൊക്കെ അനുസരിച്ച് അത് ടൈം മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ സാറ്റർഡേ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സാറ്റർഡേ, അപ്പോൾ സാറ്റർഡേ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫുൾ ഡേ ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ പറ്റും. അതങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫീസൊക്കെ സെയിം. അതേ ഫീസ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ എന്താണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വന്നിട്ട് ചെയ്യും. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിൻഷാദ് തെന്നില്ല എന്തോ ചോദിക്കുന്നുണ്ട്, ക്ലിയർ ആവണില്ല. ഹലോ, എന്നാ വൈൻഡപ്പ് ചെയ്യട്ടെ? ഡൗട്ടില്ലല്ലോ? എന്നാ ഓക്കെ. അപ്പോൾ എന്നാൽ ഗുഡ് നൈറ്റ്. ചോദിച്ചോളൂ. വെബ്സൈറ്റ് ഉണ്ടല്ലോ. അല്ലല്ല. അവിടെ ലാപ്ടോപ്പ് ചിപ്പ് ലെവലിൻ്റെ കോഴ്സ് ഉണ്ട്, സ്മാർട്ട് ഫോൺ ചിപ്പ് ലെവലിൻ്റെ കോഴ്സ് ഉണ്ട്, എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്. ഇതാണ് അഡ്രസ് കേട്ടോ. ക്ലിയർ അല്ലേ? എന്നാ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.